നമസ്കാരം. കുട്ടികളിൽ ഉണ്ടാവുന്ന പരിക്കുകൾ ചിലപ്പോൾ മാരകമായേക്കാം. അവ മൂലം കുട്ടികളുടെ കാഴ്ചയുടെ ഡെവലപ്മെന്റ് പൂർണ്ണമാകാതെ വരികയും പൂർണ്ണമായ അന്ധതയിലേക്ക് പോലും ചിലപ്പോൾ നയിക്കാം. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സ്പോർട്സിൽ അവർ ഏത് ടൈപ്പ് സ്പോർട്സ് ആണോ തിരഞ്ഞെടുക്കുന്നത് അതിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ എടുക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ടൈപ്സ് ഓഫ് സ്പോർട്സ് ഉണ്ട്. കോണ്ടാക്ട് സ്പോർട്സ് നമുക്ക് അറിയാം, ബോക്സിംഗ് അല്ലെങ്കിൽ മാർഷൽ ആർട്സ് തുടങ്ങിയവ. പിന്നീട് റാക്കറ്റ് സ്പോർട്സ്, സ്ക്വാഷ്, ബാഡ്മിന്റൺ, ടെന്നീസ് മുതലായവയിലെല്ലാം വളരെയേറെ കണ്ണുകൾക്ക് പരിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്പോർട്സുകളിൽ അതിന് അതിന് ആവശ്യമായിട്ടുള്ള കണ്ണിന് പ്രൊട്ടക്ഷൻ തരുന്ന തരത്തിലുള്ള ഗ്ലാസസ് യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ മറ്റ് ചില സ്പോർട്സ് ലൈക്ക് ബേസ്ബോൾ, ടെന്നീസ് മുതലായവയിലും ഈവൻ ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ മുതലായവയിലെല്ലാം തന്നെ കണ്ണിന് ഡയറക്റ്റായിട്ട് ഏൽക്കുന്ന പരിക്കുകൾ മൂലം ഡാമേജ് ഉണ്ടാകാവുന്നതാണ്. അപ്പോൾ ഇവയിലെല്ലാം ഡയറക്റ്റ് കണ്ണിലേക്ക് പരിക്കുകൾ ഉണ്ടാവാതെ അവരോട് പ്രത്യേകമായിട്ടുള്ള കെയർ എടുക്കാനായിട്ട് നമ്മൾ അവരെ പരിശീലിപ്പിക്കേണ്ടതുമാണ്. ഇപ്പോൾ അത് കൂടാതെ ചില കെമിക്കൽ ഇഞ്ചുറീസ് ഉണ്ട്. ഇപ്പം ഒരു കെമിക്കൽ ഇഞ്ചുറി എന്തെങ്കിലും കണ്ണിൽ വീണാൽ അത് ഏത് ടൈപ്പ് കെമിക്കലാണ് എന്നുള്ളത് അറിയാൻ ശ്രമിക്കുക. പിന്നീട് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ടാപ്പ് വാട്ടർ, നല്ല വെള്ളം ധാരധാരയായിട്ട് ഒഴിച്ച് കണ്ണ് കഴുകാൻ ശ്രമിക്കുക. കൂടുതൽ അമർത്തി തീരുമാനമോ മറ്റ് പ്രൊസീജിയേഴ്സോ മറ്റു മരുന്നുകളോ ഒന്നും കണ്ണിൽ ഇടാൻ നിൽക്കാതെ കണ്ണ് ജസ്റ്റ് അടച്ച് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ ഹെൽപ്പ് ഒരു ഒഫ്തൽമോളജിസ്റ്റിനെ തന്നെ കാണിച്ച് മെഡിക്കൽ ഹെൽപ്പ് എടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് കെമിക്കൽ ഇഞ്ചുറീസിന്റെ. അതുപോലെ തന്നെ കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന ടോയ്സിന്റെ കാര്യത്തിലും നമ്മൾ വളരെയേറെ ശ്രദ്ധാലുക്കളായിരിക്കണം. ഏത് ടൈപ്പ്, ചില ടൈപ്സ് ഉണ്ട്, ഗൺസ്, അതുപോലെ തന്നെ ഷാർപ്പായിട്ടുള്ള ചില ഒബ്ജക്ട്സ്, അതുകൂടാതെ ഹാമറിങ് ചെയ്യുന്ന ടൈപ്പുള്ള ടോയ്സ്, ഇതൊന്നും തന്നെ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. അതുപോലെ വെൽഡിങ്ങും കണ്ണിന് വളരെയേറെ ഹാർംഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ അടുത്ത് പോയി നിൽക്കാതിരിക്കുക. പിന്നീട് വളരെ ഷാർപ്പായിട്ടുള്ള പെൻസിൽ, പെൻ, ഈർക്കിൾ മുതലായവ ഉപയോഗിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കളികൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അവ മൂലം ഉണ്ടാകാവുന്ന ഡാമേജസ്, പെനിട്രേറ്റിംഗ് ഇഞ്ചുറീസ് വളരെ സീരിയസ് ആയി മാറാറുണ്ട്. പിന്നീട് എന്തെങ്കിലും വസ്തു കണ്ണിനകത്ത് തറച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഉള്ളിൽ പോയി എന്നിട്ടുണ്ടെങ്കിൽ സ്വയം അത് എടുക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക. അങ്ങനെ ഒരു വസ്തു ഇരിപ്പുണ്ട് നമുക്ക് കാണാം എന്നുണ്ടെങ്കിൽ കണ്ണടച്ച് ഏറ്റവും അടുത്ത് ഒരു ഒഫ്തൽമോളജിസ്റ്റിനെ തന്നെ കാണിക്കുക. അതുകൂടാതെ ഇങ്ങനെ പെട്ടെന്നൊരു കണ്ണിനൊരു അപകടം ഉണ്ടായി, അപ്പൊ നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ആദ്യം ജസ്റ്റ് വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ നല്ല ടാപ്പ് വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. എന്നിട്ട് കണ്ണ് പയ്യെ മെല്ലെ മെല്ലെ ബ്ലിങ്ക് ചെയ്യാനായിട്ട് പറയുക. അതല്ല കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നിർബന്ധിക്കാതിരിക്കുക. വെള്ളം ഒഴിച്ച് കഴുകി വിഷമം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ണ് ജസ്റ്റ് അടച്ച് നമ്മുടെ കയ്യിൽ നല്ല പാഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു നല്ലൊരു ടവലെടുത്ത് മടക്കി കണ്ണിന് മുകളിൽ ജസ്റ്റ് വെച്ച് കെട്ടി അല്ലെങ്കിൽ ഒന്ന് പ്ലാസ്റ്റർ ചെയ്ത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഒഫ്തൽമോളജിസ്റ്റിനെ കാണിക്കാം. കെമിക്കൽ ഇഞ്ചുറീസിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. വെള്ളം ഒഴിച്ച് കഴുകുക ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നല്ല ടാപ്പ് വാട്ടർ മാത്രം മതി. അത് ഉപയോഗിച്ച് കഴുകിയിട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യാം. അതുകൂടാതെ ഇപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നോ ഓയിൽമെന്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ഒന്നും കണ്ണിലിടരുത്. ഡോക്ടറെ കണ്ടതിന് ശേഷം, അസസ് ചെയ്തതിന് ശേഷം എന്താണ് അവസ്ഥ എന്ന് നോക്കിയതിന് ശേഷം മാത്രം മരുന്ന് ഉപയോഗിക്കുക. താങ്ക് യു.